എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ അടുത്തൊരു കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നോക്കിയത്? മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? അതിന്റെ റൗണ്ട് വരുന്നത്, SQRT വരുന്നത്, പിന്നെന്താണ് ലോഗ് നമ്മൾ പറഞ്ഞായിരുന്നു, മോഡ് പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് നോക്കിയത്? ഡേറ്റാബേസ് ഓപ്പറേഷൻസ് കുറച്ച് നോക്കി, സോർട്ട് നോക്കി, പിന്നെന്താണ് ഫിൽട്ടർ വരുന്നത് നോക്കി, അഡ്വാൻസ് ഫിൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ള റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരുന്നു അല്ലെ? റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതാണ് ഒന്ന് സബ് ടോട്ടൽസ് ഉണ്ട്, ടേബിൾസ് ഉണ്ട്, പിന്നെ വാലിഡേഷൻ, ഡേറ്റ വാലിഡേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ട്സ് ഉണ്ട്. പൈ ചാർട്ട് ഉണ്ട്, കോളം ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, XY ചാർട്ട്, അല്ലെങ്കിൽ സ്കാറ്റർ ചാർട്ട്. ഇതൊക്കെയാണ് നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നന്നായിട്ട് നോക്കാം. ഓക്കേടാ, ഫസ്റ്റ് പറഞ്ഞത് സബ് ടോട്ടൽസ് ആണ്. സബ് ടോട്ടൽസ്? ഓക്കെ, സബ് ടോട്ടൽസ് കാൽക്കുലേറ്റ് ടോട്ടൽസ് വിതിൻ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സിന്റെ അകത്തുള്ള വാല്യൂസിന്റെ ടോട്ടൽസ് ഓരോ ഗ്രൂപ്പിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ വേറൊരു ഗ്രൂപ്പിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമുക്ക് സബ് ടോട്ടൽസ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ എക്സലിനകത്ത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോർട്ടിംഗ് ഡേറ്റ ആണ്. ഡേറ്റ സോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സബ് ടോട്ടൽ യൂസ് ചെയ്യുന്നത്. നോക്കിയേ, ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് സബ് ടോട്ടൽ റോസ്. സബ് ടോട്ടൽ റോസ് ഓട്ടോമാറ്റിക്കലി ആവശ്യമനുസരിച്ച് എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓർത്ത് വെക്കുക കേട്ടോ. നോക്കിയേ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ സെയിൽസ് റിപ്പോർട്ട്സ്. എന്തെങ്കിലും സെയിൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, സെയിൽസിന്റെ റിപ്പോർട്ടൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ സബ് ടോട്ടൽസ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ ആണോ? അതിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡേറ്റ എന്ന് പറയുന്ന ടാബിനകത്ത് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞൊരു ഒരു റൈറ്റ് സൈഡിൽ, റൈറ്റ് മോസ്റ്റ് കോളത്തിൽ നമുക്ക് സബ് ടോട്ടൽ എന്നുള്ള നമ്മുടെ ഫീച്ചർ അല്ലെ ഫംഗ്ഷൻ അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഇമേജ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയടാ, ടേബിൾ. എല്ലാവർക്കും അറിയാവുന്ന ആര് പവർ പോയിന്റോ എക്സലോ യൂസ് ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ ടേബിൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ടേബിൾ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. നോക്കി, ടേബിൾ ഓർഗനൈസസ് ഡേറ്റ ഇൻ സ്ട്രക്ചേർഡ് ഫോമാറ്റ്. സ്ട്രക്ചേർഡ് ഫോമാറ്റിൽ ഡേറ്റ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടേബിൾ യൂസ് ചെയ്യുന്നത്. നോക്കി, ഇറ്റ് ഹാസ് ഹെഡേഴ്സ് ഫോർ ഈച്ച് കോളം. ഓരോ കോളത്തിന് ഹെഡേഴ്സ് ഉണ്ട്. ഏത് ടേബിളിന്? ഓരോ കോളത്തിന് ഒരു ഹെഡിങ് കൊടുക്കാൻ വേണ്ടി നമുക്ക് അതും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. നോക്കി, ഇറ്റ് അലൗസ് ഈസി സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ്. ഫിൽറ്ററിങ് ചെയ്യാനും പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ടേബിൾസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുകൂടാണ് നമ്മളോട് പറയുന്നത്. ടേബിൾസ് അലൗ ഈസി സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ്. പിന്നെ എന്താണ് പറയുന്നത്? ഇത് ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് വെൻ ന്യൂ ഡേറ്റ ഈസ് ആഡ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ന്യൂ ഡേറ്റ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതോറും ഓട്ടോമാറ്റിക്കലി അത് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ റോസും കോളംസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും എന്ന് വേണം നമുക്ക് പറയുന്നത്. അതെങ്ങനെയാടാ? നമ്മളിപ്പം ഒരു ഇത്ര ഒരു ടേബിളാ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. നമ്മൾ ലാസ്റ്റ് വരെ ഇപ്പം ഡേറ്റ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഡേറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത റോ ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും. അല്ല റൈറ്റ് സൈഡിലോട്ട് പോകണമെങ്കിൽ കോളം നമുക്ക് ആഡ് ചെയ്ത് പോകാനും പറ്റും. ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതും ടേബിളിന്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ ആണോ? ടേബിൾ നമുക്ക് എവിടെയാണ്? ഇൻസേർട്ടിനകത്ത് ടേബിൾസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണും. അതിനകത്ത് ടേബിൾ ആണ് നമ്മൾ ഇങ്ങനെ പിവോട്ട് ടേബിൾ ഉണ്ട്, അല്ലാണ്ട് വേറെ ടേബിൾസും ഉണ്ട്. പക്ഷെ ടേബിളിന്റെ ജനറൽ ഒരു ഫോട്ടോ ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ, ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മളോട് വാലിഡേഷൻ ചാർട്ട്സിനെ പറ്റിയാണ് പറയുന്നത്. അതിന് മുമ്പ് ഡേറ്റ വാലിഡേഷൻ എന്താണെന്നൊരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽ നോക്കി. ഡേറ്റ വാലിഡേഷൻ കൺട്രോൾസ് ഡേറ്റ എൻട്രി. ഡേറ്റ എൻട്രിയെ കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ് ഡേറ്റ വാലിഡേഷൻ. എങ്ങനെ ഡേറ്റ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം, എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് ക്രൈറ്റീരിയ ഫോളോ ചെയ്താൽ ഡേറ്റ കൊടുക്കുന്നതൊക്കെ ഡേറ്റ വാലിഡേഷൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. നോക്കിയടാ, ഇറ്റ് റെസ്ട്രിക്ട്സ് ഇൻപുട്ട് ടു സ്പെസിഫിക് വാല്യൂസ്. ഇൻപുട്ടിനെ എങ്ങനെയാണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കാൻ വേണ്ടി റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് ഡേറ്റ വാലിഡേഷൻ. ഇന്ന വാല്യൂ കൊടുക്കാൻ പാടുള്ളൂ, ഇന്നത് കൊടുക്കാൻ പാടില്ല എന്ന് തരംതിരിച്ച് ഒരു സംഭവമാണ് ഡേറ്റ വാലിഡേഷൻ. നോക്കി, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഡേറ്റ വാലിഡേഷൻ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. റെഡ്യൂസസ് ഡേറ്റ എൻട്രി എറേഴ്സ്. ഡേറ്റ എൻട്രി എറേഴ്സ് നമ്മൾ എക്സലിനകത്ത് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൊടുക്കുന്ന എന്തെങ്കിലും ചാർട്ട്സിനകത്ത് ഡേറ്റ എൻട്രിയുടെ എറർ വരാതിരിക്കാൻ വേണ്ടി കൂടാണ് ഡേറ്റ വാലിഡേഷൻ. വരാതിരിക്കാൻ പറ്റത്തില്ല, എറർ കുറയ്ക്കാൻ വേണ്ടി എന്ന് വേണം നമുക്ക് പറയാം കേട്ടോ. നമ്മൾ ഈ കൊടുക്കുന്ന ചാർട്ട്സിനകത്ത് എന്തെങ്കിലും ഡേറ്റ എൻട്രി നമുക്ക് സപ്പോസ് പ്രശ്നങ്ങൾ വരാതെ മാക്സിമം അക്യുറേറ്റ് ആയിട്ട് വരാൻ വേണ്ടി കൂടെയാണ് ഡേറ്റ വാലിഡേഷൻ ഉള്ളത്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് നോക്കാം. നമ്മുടെ വാലിഡേഷൻ ചാർട്ട്സ് ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ സിലബസിൽ ലാസ്റ്റ് പറയുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വാലിഡേഷൻ ചാർട്ട്സ് ആണ് കേട്ടോ. അതിലെ ഫസ്റ്റ് നമുക്ക് സിലബസിൽ പറയുന്നതാണ് കോളം ചാർട്ട് ഉണ്ട്,
സെക്കൻഡ് പൈ ചാർട്ട് ഉണ്ട്, പിന്നെ എക്സ് വൈ അല്ലെങ്കിൽ സ്കാറ്റർ ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, സ്കാറ്റർ ചാർട്ട്. ഈ സ്കാറ്റർ എക്സ് വൈ പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, രണ്ട് സെയിം സാധനം തന്നെ കേട്ടോ. രണ്ട് നമുക്ക് എന്താണ്, സെയിം സാധനമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. നോക്കിയടാ കോളം ചാർട്ട്. നോക്കി എന്താണ് പർപ്പസ് നോക്കിയടാ. ഡിസ്പ്ലേസ് ഡേറ്റ ആസ് എന്താണ്, വെർട്ടിക്കൽ ബാർസ്. ഡേറ്റാനെ എന്ത് ചെയ്യും, വെർട്ടിക്കൽ ബാർസ് ആയിട്ട് കൊടുക്കും. ഐഡിയൽ ഫോർ കമ്പയറിംഗ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഷോയിങ് ഡേറ്റ ചേഞ്ചസ് ഓവർ ടൈം. എന്താണ്, ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ ബാർസ് ആയിട്ട് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ നോക്കിയടാ, ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ, പിന്നെ ഒരു ഹൈറ്റില്, പിന്നെ അതിൽ കൂടുതൽ ഹൈറ്റിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് എന്ത്, കോളം ചാർട്ട് വെച്ച് നമ്മൾ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന വഴിയാണ് ഈ പറയുന്നത്. നോക്കി, ഡിസ്പ്ലേസ് ഡേറ്റ എന്നാണ് വെർട്ടിക്കൽ ബാർ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന കാര്യം, വെർട്ടിക്കൽ ബാർ ആയിട്ട് ഡേറ്റ എന്നതാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്തിനാന്ന് നോക്കിയടാ, ഐഡിയൽ ഫോർ കമ്പയറിംഗ് എന്താണ്, ഡിഫറെന്റ് കാറ്റഗറീസ് ഓർ ഷോയിങ് ഡേറ്റ ചേഞ്ചസ് ഓവർ ടൈം. എന്താണ്, പല പല കാറ്റഗറീസ് ഉള്ള ഡേറ്റ എന്താണ് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി, പിന്നെ എന്താണ് ഡേറ്റ സമയം അനുസരിച്ച് മാറുമ്പോൾ ഉള്ള ചേഞ്ച് കാണിക്കാൻ വേണ്ടി കൂടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോളം ചാർട്ട്. ഓക്കെ ആണോ? എന്താണ്, പല പല ഡേറ്റ എന്താണ് ഒന്നിച്ചിങ്ങനെ പല പല ഡേറ്റ ഇങ്ങനെ കമ്പയർ ചെയ്ത് കാണിക്കും. അപ്പൊ ഏത് കൂടുതലാണ് ഏത് കുറവാണെന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ എന്താണ്, ആ ഡേറ്റ ചേഞ്ചസ് സമയം അനുസരിച്ച് എന്തുമാത്രം മാറുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൂടാണ് എന്ത്, കോളം ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതിന് യൂസേജ് നോക്കിയാൽ യൂസ്ഫുൾ വെൻ യു ഹാവ് എന്താണ്, ഡിസ്ക്രീറ്റ് ഡേറ്റ ആൻഡ് വാണ്ട് ടു ഷോ കമ്പാരിസൺ ബിറ്റ്വീൻ കാറ്റഗറി. നമുക്ക് കുറേ ഡേറ്റാസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്താണ് അവരുടെ കമ്പാരിസൺ, ആ പല പല ഡേറ്റയുടെ കമ്പാരിസൺ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് കോളം ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇങ്ങനെ എക്സാമ്പിൾ നോക്കിയടാ, കമ്പയറിംഗ് സെയിൽസ് ഡേറ്റ ഫോർ എന്താണ് ഡിഫറെന്റ് മന്ത്സ്. ഇപ്പം ഒരു മാസത്തെ ഒരു കമ്പനിയുടെ സെയിൽ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം വന്ന് കൂട്ടിക്കോ. അപ്പൊ ആ ജനുവരി എന്നുള്ള മന്ത് കൊടുത്തിട്ട് എന്താണ് 10 ലക്ഷം എന്നുള്ള നമ്പറിൽ കൊടുക്കാം. നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി, അതിന്റെ ചിലപ്പോൾ ഒരു 8 ലക്ഷം എന്ന് വെച്ചോ. അപ്പൊ എന്താണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഇച്ചിരി താഴെ ആയിരിക്കത്തില്ലേ. അപ്പൊ എന്താണ് ഒന്ന് 10 ലക്ഷം ഒന്ന് 8 ലക്ഷം എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫ് ഡിഫറൻസ് കാണാം. അപ്പൊ ഒരാൾക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും എന്താണ് ജനുവരിയിൽ സെയിൽ കൂടുതലായിരുന്നു ഫെബ്രുവരി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമ്പർ കാണണമെന്നും കൂടി ഇല്ല, നമ്പർ കാണുന്നതിന് നമുക്ക് മനസ്സിലാവും എന്താണ് സെയിൽ കുറവായിരുന്നു. അപ്പൊ എന്താണ് പല പല ഡേറ്റ എന്താണ് നമുക്ക് കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിട്ട് എന്താണ് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കോളം ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നോക്കിയടാ, ഹൗ ടു ക്രിയേറ്റ് എന്നാ പറയുന്നത്. നോക്കി, ഹൗ ടു ക്രിയേറ്റ് നോക്കിയടാ, സെലക്ട് ഡേറ്റ, ഡേറ്റ സെലക്ട് ചെയ്യുക. അതൊരിതാണ് നമ്മൾ ഈ ഫംഗ്ഷൻ കൊടുക്കുന്ന പോലെ നമ്മൾ സെലക്ട് ഡേറ്റ എന്നുള്ള ഇത് കൊടുക്കുക, അതിൽ ഇൻസേർട്ട് കൊടുക്കുക, പിന്നെ എന്താണ് കോളം അല്ലെങ്കിൽ ബാർ ചാർട്ട് എന്താണോ അത് ചൂസ് ചെയ്യുക, പിന്നെ അതിന് വേണ്ടപ്പെട്ട ടൈപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സെയിൽസ് ഡേറ്റ പറഞ്ഞ പോലെ വേണ്ടപ്പെട്ട ഏതാണോ ഏത് ടൈപ്പിലാണോ അത് വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു സിൻടാക്സ് പോലാണ് കേട്ടോ ഈ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ. ഓക്കെ ആണോ? ഇതാണ് കോളം ചാർട്ട്. അതിന്റെ ഒരു ഇമേജ് നോക്കിയടാ. നോക്കി, സെയിൽസ് ഞാൻ ഇവിടെ മുന്നേ പറഞ്ഞ പോലെ സെയിൽസ് ആണ്. ജനുവരി നോക്കിയടാ, സെയിൽസ് ഇൻ തൗസൻഡ്സ് ആണ്. അപ്പൊ ഇത് എത്രയാണ്, ഒരു 340 ആണ്, തൗസൻഡ്സ് ആണ്. അപ്പൊ 3,40,000 ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ആണെങ്കിൽ എത്ര, 2,25,000 ആ റേഞ്ച് ആണ്. ശരിയല്ലേ? അപ്പൊ ഈ ജനുവരിക്കാട്ടിലും ഫെബ്രുവരി കുറവല്ലേ? ഇത് ഡിഫറൻസ് ചെയ്ത് നോക്കിയേ, 344 എക്സാക്ട്ലി 344 ഉണ്ട്, ഫെബ്രുവരി 237 ഉണ്ട്. അപ്പൊ എന്താണ് ആ ഡിഫറൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് കോളം ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് നോക്കിയടാ, പൈ ചാർട്ട്. നമ്മളൊക്കെ എല്ലായിടത്തും കാണുന്ന സാധനമാണ് എന്ത്, പൈ ചാർട്ട്. എപ്പോഴും അറിയാലോ, ഒരു സർക്കിളിനകത്ത് എന്താണ് ഒരു വലിയ സർക്കിൾ കാണും. അതിന് എന്താണ് ഇങ്ങനെ പല പല പൈ ആയിട്ട് ഇങ്ങനെ ഓരോരോ എന്താണ് സെഗ്മെന്റ് ആയിട്ട് ഇങ്ങനെ തിരിച്ചൊക്കെ വെക്കത്തില്ലേ. അപ്പം ഇത് ഇത്ര ഒരു ഭാഗമായിരിക്കും, ഇത് ഇത്രയും വേറൊരു ഭാഗം, ഇത് ഇത്രയും വേറെ ഭാഗം, ഇത് ഇത്രയും വേറെ ഭാഗമായിരിക്കും. ടോട്ടൽ എത്രയാണ്, 360 ഡിഗ്രി അല്ലേ? ടോട്ടൽ 360 ഡിഗ്രി. പക്ഷെ ഇത് 100 ഡിഗ്രിയിലാണ് നമ്മളത് മീൻസ് പറയുന്നത്. മൊത്തം 100% ഡേറ്റ ആയിരിക്കും. സോറി, 100 ഡിഗ്രി എന്നല്ല, 100% ഡേറ്റയിലായിരിക്കും. അപ്പോൾ ചിലത് ഇവിടെ ഇപ്പോൾ 40% ആണെങ്കിൽ ബാക്കി ഇവിടെ ഒരു 20, ഇവിടെ ഒരു 20, ഇവിടെ ഒരു 20, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും. ടോട്ടൽ 100% ആയിരിക്കും എന്താണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ ടോട്ടൽ 360 ഡിഗ്രിയിലാണ് എന്ത് ആ ഒരു ടോട്ടൽ സർക്കിൾ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അത് കാര്യമാകണ്ട. ഓക്കേടാ. പർപ്പസ് എന്താന്ന് നോക്കിയേ, ഡിസ്പ്ലേസ് ഡേറ്റ ആസ് എന്താണ് സ്ലൈസസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന് എന്താണ് പല പല സ്ലൈസസ് ആയിട്ട്. അപ്പൊ നമ്മൾ ഓരോ പയ്യൻ നമ്മൾ അതിനെ പറയത്തില്ലേ, ഷോയിങ് എന്താണ് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് പാർട്ട് ടു ദ വോൾ. എന്താണ് ടോട്ടലുമായിട്ടുള്ള ഈ ഓരോ ഭാഗത്തിന്റെയും എന്താണ് ടോട്ടലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ കാണിക്കുന്നതാണ് എന്ത് പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് ഇത് ടോട്ടൽ എത്രയാണ്, 100% ആണ്. അതിലെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40:100 നമുക്ക് എഴുതിക്കൂടെ. എന്ന് പറഞ്ഞാൽ 4:10 റേഷ്യോ അല്ലെങ്കിൽ എന്താണ് 2:5 എന്നുള്ള റേഷ്യോ നമുക്ക് എഴുതിക്കൂടെ. അതാണ് നമ്മളോട് എന്താണ് പൈ ചാർട്ട് പറയുന്നത്. ബെസ്റ്റ് യൂസ് ഫോർ ഷോയിങ് പാർട്സ് ഓഫ് എ ഹോൾ. ഇപ്പോൾ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതിന്റെ പല പല പാർട്സിനെ ഒന്നിച്ച് കാണിക്കാൻ, അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ എന്താണ്
ഇത് എന്തുമാത്രം അതുമായിട്ട് ബന്ധമുണ്ട്, എത്ര ശതമാനം ടോട്ടലിന്റെ ഈ ഭാഗത്തുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് എന്താണ് പൈ ചാർട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയാൽ യൂസേജ് പറഞ്ഞു നോക്കി. ഐഡിയൽ വെൻ യു വാണ്ട് ടു എംഫസൈസ് ദി റിലേറ്റീവ് പെർസെൻറ്റേജ് ഓർ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസ്. എന്താണ് റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെ പെർസെൻറ്റേജ് അല്ലെ പ്രൊപ്പോർഷൻ ഇങ്ങനെ എംഫസൈസ് എടുത്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് പൈ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. എന്താണ് ഇപ്പോൾ ഓരോ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഭാഗത്തിന്റെ ശതമാനം 40 ആണ്, 100നെ വെച്ച് നോക്കുമ്പോൾ 40% ഈ ഒറ്റ ഭാഗത്തിനുണ്ട്. അപ്പം ആ ടോട്ടൽ ഭാഗത്തിന്റെ ടോട്ടൽ ഭാഗം ഇപ്പൊ 5 ആണെങ്കിൽ ഈ ടോട്ടൽ ഭാഗത്തിന്റെ 2 ഭാഗം ഈ 2 സ്പേസ് ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, അത് എംഫസൈസ് ചെയ്ത് എടുത്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് പൈ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ നോക്കിയടാ, ഷോയിങ് മാർക്കറ്റ് ഷെയർ ഓഫ് ഡിഫറെന്റ് കമ്പനീസ്. എന്താണ് പല കമ്പനീസിന്റെ മാർക്കറ്റ് ഷെയറിനെ എന്താണ് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ കമ്പനീസിന്റെ ഷെയർ എന്ന് പറയുന്നത് ഒരു 100 ആണെന്ന് വെച്ചാൽ, ഇപ്പൊ ഏതൊരു ഒരു ABC എന്നുള്ളൊരു കമ്പനി ഉണ്ടെങ്കിൽ അതിനൊരു 35% ഉണ്ടെങ്കിൽ എന്താണ് 35:100, ശരിയല്ലേ? അത്രയും ഭാഗം നമുക്ക് എന്താണ് കാണിക്കാൻ പറ്റും. അതാണ് എന്താണ് 7:20 എന്നുള്ള റേഷ്യോ നമുക്ക് പറയാമല്ലോ. അപ്പം 20 ഭാഗത്തിന്റെ ടോട്ടൽ 20 ഭാഗത്തിന്റെ 7 ഭാഗം എന്ന് പറയുന്നത് ABC എന്നുള്ള കമ്പനിയാണെന്ന് മീൻസ് ആ ABC എന്നുള്ള കമ്പനിക്ക് ആ ഇത്ര ഷെയർ ഉള്ളതെന്ന് നമുക്ക് എന്താണ് എടുത്തു കാണിക്കാൻ പറ്റും എന്നുള്ള എക്സാമ്പിൾ നമുക്ക് വേണേൽ കൂട്ടാം. നോക്കി ഹൗ ടു ക്രിയേറ്റ് നോക്കിയടാ. സെലക്ട് ഡേറ്റ മുന്നേ പറഞ്ഞ പോലെ ഇൻസേർട്ട് കൊടുക്കുക. പൈ ചാർട്ട് എന്നുള്ളതൊക്കെ മുന്നേ നമ്മൾ എന്താണ് കണ്ടത്, മുന്നത്തെ നമ്മൾ എന്താണ് നോക്കിയത്, മുന്നേ നമ്മൾ നോക്കിയ കോളം ചാർട്ടിന്റെ ആയിരുന്നു. ഇവിടെ കോളം ചാർട്ട് ആയിരുന്നു. പിന്നെ എന്താണ് അതിന്റെ ടൈപ്പ് ചൂസ് ചെയ്യുക, എന്താണ് വേണ്ടത് അതിന്റെ ടൈപ്പ് ചൂസ് ചെയ്യുക. അതാണ് അതിന്റെ സിന്റാക്സ് പറയുന്നത്. ഓക്കെ ആണോ? അതിന്റെ എക്സാമ്പിൾ നോക്കിയടാ. ഇവിടെ ഒരു എക്സ്പെൻസസ് ആണ്, ഒരാളുടെ എക്സ്പെൻസസ് ആണ് കൂട്ടിക്കോ. നോക്കിയടാ, ഈ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 100 എന്നുള്ള കേസ് അല്ല, ജസ്റ്റ് ടോട്ടൽ കാണും ഇതിനകത്ത്. അപ്പം അതിന്റെ 75 ഭാഗം എന്ന് പറയുന്നതാണ് എന്ത്, ഈ റെന്റ് എന്ന് പറയുന്നത്. റെന്റിനുള്ള എക്സ്പെൻസ് ആണ് ടോട്ടലി 75 ആയിട്ട് പോകുന്നത്. ബാക്കി എത്ര ഉണ്ട്? ബാക്കി ഗ്രോസറി 30 ഇവിടെ പോകുന്നുണ്ട്. പിന്നെന്താണ് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു കേട്ടോ. അത് നോക്കണ്ട, ജസ്റ്റ് ആ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ കൂട്ടെ. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് എടുത്താണ്, ഞാൻ ഡീറ്റെയിൽസ് നോക്കിയില്ല, ജസ്റ്റ് ഒരു ഇമേജ് എടുത്താണ് പൈ ചാർട്ട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പം ഓരോ ടോട്ടലിന്ന് ഓരോ ഭാഗത്തിന് എന്തുമാത്രം റേഷ്യോ അല്ലെങ്കിൽ എന്തുമാത്രം അതിന്റെ പെർസെൻറ്റേജ് ഉണ്ടെന്ന് എംഫസൈസ് ചെയ്ത് കാണിക്കാൻ, എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പൈ ചാർട്ട് യൂസ് ചെയ്യുന്നത്. കമ്പാരിസണിന് വേണ്ടി എല്ലാത്തിനും നമുക്ക് എന്താണ് പൈ ചാർട്ട് യൂസ്ഫുൾ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയടാ, XY അല്ലെ സ്കാറ്റർ ചാർട്ട്. ഓക്കെ, ഈ XY എന്ന് പറഞ്ഞ ചാർട്ട് അല്ലെങ്കിൽ സ്കാറ്റർ ചാർട്ട് എന്ന് പറയുന്നത് സെയിം തിങ് ആണ് കേട്ടോ. പിന്നെ സിലബസിൽ എടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് ഇത് എടുത്തേക്കുവാണ്. നമ്മൾ പറയുന്നുണ്ട് XYയും സ്കാറ്ററും ഒരേ സാധനമാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. രണ്ടും സെയിം സാധനമാണ്. ഒന്നുമില്ലടാ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു XY പ്ലെയിൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ഗ്രാഫില്ലേ, 2 ഡയമെൻഷനൽ ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ടല്ലോ, X ആക്സിസും Y ആക്സിസും വെച്ച്. അങ്ങനെ X ആക്സിസും Y ആക്സിസും വെച്ച് നമ്മൾ എന്താണ് ഡേറ്റയെ നമ്മൾ 2 ഡയമെൻഷനലി എന്താണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ആ ഒരു സംഭവത്തിനാണ് XY അല്ലെങ്കിൽ സ്കാറ്റർ ചാർട്ട് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പർപ്പസ് എന്താണ്? ഡിസ്പ്ലേസ് ഡേറ്റ പോയിന്റ്സ് ഓൺ എ 2 ഡയമെൻഷനൽ ഗ്രാഫ്. ഈ 2 ഡയമെൻഷനൽ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, XY ആക്സിസ് ഗ്രാഫ്. XY ആക്സിസ് നമ്മൾ പറയത്തില്ല, 2 ആക്സിസ് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ മാത്സിൽ എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അതേ സെയിം സാധനം എന്താണ്, ഒരു 2 ഡയമെൻഷനൽ ഗ്രാഫിൽ എക്സും Y ആക്സിസും വെച്ച് എന്താണ് പല പല വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ തരം തിരിച്ച് അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയൊക്കെ എന്താണ് നമ്മൾ XY ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നോക്കിയേ, യൂസേജ് നോക്കിയടാ, ഐഡിയൽ ഫോർ ഷോയിങ് കോറിലേഷൻസ് ഓർ ട്രെൻഡ്സ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് ഡേറ്റ. എന്താണ്, എന്തെങ്കിലും 2 സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോറിലേഷൻ, എന്തെങ്കിലും ബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെൻഡ് ഫോളോ ചെയ്താണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്താണ് ഐഡിയൽ ആയിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി എന്താണ് നമുക്ക് XY ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിയടാ, അനലൈസിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് സ്പെൻഡ് ആൻഡ് സെയിൽസ്. എന്താണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെന്റ് നമ്മൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി അത് ആഡ് കണ്ട് ഇനി ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുവാണെങ്കിൽ ഒരു സെയിൽസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തുമാത്രം അഡ്വർടൈസിങ്ങിന് സ്പെൻഡ് ആയി എന്ന് അറിയാൻ പറ്റും, സെയിൽസിന് എന്തുമാത്രം റവന്യൂ നമുക്ക് ജനറേറ്റ് ആയി എന്ന് അറിയാൻ പറ്റും. അതിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് എന്താണ് അനലൈസ് ചെയ്ത് താരതമ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്താണ് ഈ XY ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ സിന്റാക്സ് നോക്കിയിട്ട് ഹൗ ടു ക്രിയേറ്റ് നോക്കിയേ. സെലക്ട് ഡേറ്റ ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്. മുന്നേ പറഞ്ഞ സ്കാറ്റർ ചാർട്ട് നമ്മൾ പറഞ്ഞു. XY ചാർട്ട് അല്ലെങ്കിൽ സ്കാറ്റർ ചാർട്ട് എന്ന് പറഞ്ഞാൽ സെയിം സാധനമാണ് കേട്ടോ. ചൂസ് എ ടൈപ്പ്. എന്താണ്, എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം സിന്റാക്സ് ആണ്, ജസ്റ്റ് എന്താണ് ആ ടൈപ്പ്, അതായത് ആ ഓരോ ചാർട്ട് അനുസരിച്ച് അത് മാറുന്നു എന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കുക. അതിന്റെ ഒരു ഇത് നോക്കിയടാ, സാലറിയുടെ ഒരു ഇത് നോക്കി, എക്സൽ നോളജ് സ്കോർ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു ഇമേജ് കൊടുത്തേക്കുവാണ് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇതെങ്ങനെയാണ് ഇതിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ഇവിടെ കൊടുത്തേക്കുവാണ്. ഇപ്പോൾ ഓരോ
ഇത് കഴിയുന്നതോടെ എന്താണ് സാലറി കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള മീനിങ് ആണ് നമുക്ക് ഇതിൽ മനസ്സിലാവുന്നത്. ഓക്കെ, സെറ്റാന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കിയടാ, ലൈൻ ചാർട്ട് നോക്കിയേ. ഡിസ്പ്ലേസ് ഡേറ്റ ആസ് പോയിന്റ്സ് കണക്റ്റഡ് ബൈ എ ലൈൻ. എന്താണ് ഡേറ്റാസിനെ എന്താണ് പോയിന്റ്സ് വെച്ച് കണക്ട് ചെയ്യുന്നതാണ് എന്ത് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. പോയിന്റ്സിന് ഓരോരോ പോയിന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വെച്ച് കണക്ട് ചെയ്ത് പോകുന്നതിനാണ് എന്ത് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഫോർ എന്താണ് ഷോയിങ് ട്രെൻഡ്സ് ഓവർ ടൈം. നമ്മുടെ ഈ എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പല പല ആഡൊക്കെ നമ്മൾ ഈ ഫോണിൽ വരുമ്പോഴേ ആദ്യത്തെ ഇങ്ങനെ ഡൗണിൽ നിന്ന് പെട്ടെന്ന് മേളിലോട്ട് ഇങ്ങനെ പോകുന്നു. അവിടെ ഒരു പോയിന്റ് പെട്ടെന്ന് നനച്ചു ഇങ്ങനെ സൈഡിലോട്ട് പോയി ഇങ്ങനെ താഴോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ എന്താണ് നമ്മൾ ഈ ലൈൻ ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെറ്റാണോ? ഓക്കെ അല്ലേ? ഇങ്ങനെ പെട്ടെന്ന് മേളിൽ കയറിയിട്ട് വരും, പിന്നെ പെട്ടെന്ന് താഴെ പിന്നെ ഒന്ന് കയറും. ഈ ടൈപ്പ് നമ്മുടെ ഈ ഓരോരോ പോയിന്റ് വെച്ചിട്ട് നമ്മൾ പറയത്തില്ലേ, ആ ഒരു പോയിന്റ് അപ്പൊ കണക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയാണ് എന്ത് നമ്മൾ ഈ എന്താണ് ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസേജ് for എന്താണ് ട്രാക്കിംഗ് ചേഞ്ചസ് ഓവർ എ കണ്ടിന്യൂസ് റേഞ്ച് ലൈക്ക് ഡേറ്റ്സ്, ടൈം പീരിയഡ്സ് ഓർ അതർ ഓർഡേർഡ് കാറ്റഗറീസ്. എന്താണ് ഒരു എന്താണ് ചേഞ്ചസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യത്തിൽ എന്താണ് ചേഞ്ചസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, അതായത് മാർക്ക് ചെയ്ത് വെച്ച് നമുക്ക് എന്താണ് എന്തുമാത്രം വേരിയേഷൻ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി എന്ത് നമുക്ക് യൂസ് ചെയ്യാം, ലൈൻ ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയടാ, ഷോയിങ് സ്റ്റോക്ക് പ്രൈസസ് ചേഞ്ചസ് ഓവർ ടൈം. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോക്കിന്റെ ഇപ്പൊ പ്രൈസ് ഓരോ ടൈം അനുസരിച്ച് മാറുന്നു, അല്ലെങ്കിൽ കയറുന്നു ഇറങ്ങുന്നു, പെട്ടെന്ന് റൈസിലോട്ട് പോയി പിന്നെ ഒരു ഡിപ്പിലോട്ട് വന്നു. അതൊക്കെ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൂട്ടാം. നോക്കി ഹൗ ടു ക്രിയേറ്റ് നോക്കിയേ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ഡേറ്റ ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, പിന്നെ ലൈൻ ചാർട്ട് ആണ് വരുന്നത്, പിന്നെ ചൂസ് എ ടൈപ്പ്. വേണ്ട ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യുക. ഇതാണ് ലൈൻ ചാർട്ട് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ നോക്കിയടാ, ഇപ്പോൾ ഒരിടത്തെ ടെമ്പറേച്ചർ ആണ് ഈ പറഞ്ഞേക്കുന്നത്. അതിന്റെ ഹൈയും ഉണ്ട് ലോയും ഉണ്ട്. ടെമ്പറേച്ചർ മാത്രം ഹൈയും പോയി ലോയും എന്ന് മാത്രം പോയി. അത് ഓരോരോ സമയത്ത് ഓരോരോന്നാണ്. അതാണ് ഡേറ്റ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പം ഒരു ദിവസത്തെ ഹൈ എത്രയാണ്, അത് അടുത്ത ദിവസത്തെ ഹൈ ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. ഒരു ദിവസത്തെ ലോ എത്രയാണ്, അടുത്ത ദിവസത്തെ ലോ ആയിട്ട് നമുക്ക് എന്താണ് കമ്പയർ ചെയ്ത് പോകാം. ഇത് രണ്ടെണ്ണം ഒരേ ചാർട്ടിൽ കൊടുത്തേക്കാണ് കേട്ടോ. ഹൈയും ഉണ്ട് ലോയും ഉണ്ട്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കൊടുത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയടാ, സ്കാറ്റർ ചാർട്ട്. നമ്മൾ പറഞ്ഞ പോലെ XY ചാർട്ട് തന്നെയാണ് സ്കാറ്റർ ചാർട്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ശരിയല്ലേ? നോക്കിയേ, സിമിലർ ടു ദി XY ചാർട്ട് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ടു വേരിയബിൾസ് ബട്ട് വിത്ത് മോർ ഫോക്കസ് ഓൺ ഷോയിങ് പാറ്റേൺസ് ഓൺ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് വിത്ത് മോർ ഫോക്കസ് ഓൺ ഷോയിങ് പാറ്റേൺസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ. കുറച്ചുകൂടെ ഫോക്കസ് കൂടുതലാണ് എന്ത് സ്കാറ്റർ ചാർട്ട് എന്ന് പറയുന്നത്. XY കാർഡിലും എന്താണ് പാറ്റേൺസ് അല്ലെങ്കിൽ ആ ഉണ്ടായ അവർ തമ്മിലുള്ള വേരിയേഷൻസ് എന്താണ് ചൂടെ ഫോക്കസ് കൊടുക്കുന്നതാണ് എന്ത് സ്കാറ്റർ ചാർട്ട് എന്ന് പറയുന്നത്. നോക്കിയേ, ideal for displaying a correlationship between numerical data sets, especially when the data points are scattered. നോക്കിയടാ, എന്താണ് ഐഡിയൽ ഫോർ ഡിസ്പ്ലേയിങ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ന്യൂമറിക്കൽ ഡേറ്റാസ്. ഈ നമ്പർ പരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്പറിന്റെ എന്തെങ്കിലും ഡേറ്റ ഇങ്ങനെ ഡിഫറൻസിയേഷൻ കാണിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഡേറ്റ പരമായിട്ട് എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഈ നമ്പേഴ്സ് ബേസ്ഡ് കാണിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്താണ് സ്കാറ്റർ ചാർട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വരുന്ന ഡേറ്റ പോയിന്റ്സ് സ്കാറ്റർ ചെയ്യണം. അപ്പോൾ ദൂരെ മാറി മാറി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എക്സലിൽ തന്നെ നമുക്ക് എന്താണ് നമ്പർ പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ആ റിലേഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് സ്കാറ്റർ ചാർട്ട് യൂസ് ചെയ്യാം. നോക്കി, ഡിസ്പ്ലേയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ എ സ്റ്റഡി. ഇപ്പൊ എന്താണ് ഒരു സ്റ്റഡി നടത്തുന്നതിനിടയ്ക്ക് നമുക്ക് എന്താണ് ഒരു പേഴ്സന്റെ ഹൈറ്റും വെയിറ്റും നമുക്ക് എന്താണ് അവരുടെ റിലേഷൻഷിപ്പ് എന്തുമാത്രം എന്താണ് റിലേറ്റഡ് ആയിട്ടാണ്. BMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്പ്ലേയിങ് എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ എ സ്റ്റഡി. ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ എന്താണ് അവരുടെ നടുക്കുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നോക്കാൻ വേണ്ടി നമുക്ക് എന്താണ് സ്കാറ്റർ ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹൗ ടു ക്രിയേറ്റ് നോക്കിയാൽ സെലക്ട് ഡേറ്റ ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, അവിടെ സ്കാറ്റർ പ്ലോട്ട് അല്ലെങ്കിൽ സ്കാറ്റർ ചാർട്ട് എന്നും പറയാം. എന്താണ് ചൂസ് എ ടൈപ്പ്. ഇതാണ് അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാടാ, സ്കാറ്റർ ചാർട്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി, ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി കൊടുത്താണ് കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെയാണ് XY പ്ലെയിൻ എന്താണ് ഒരു XY 2 ഡയമെൻഷണൽ ഗ്രാഫിലുണ്ടെങ്കിൽ അവിടുത്തെ ആ വേരിയബിൾസിന്റെ എന്താണ് റിലേഷൻഷിപ്പ് എന്താണ് കാണിക്കാൻ വേണ്ടി കൂടാണ് എന്ത് സ്കാറ്റർ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ ഇത്രയായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സിലബസ് എന്ന് പറയുന്നത്. യൂണിറ്റ് 2ന്റെ നമ്മൾ ആക്ച്വലി സിലബസ് പറയുന്ന ഓരോ ടോപ്പിക്കും നമ്മൾ എടുത്തു പോയിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിത് പോരാ. നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും ഇൻഡിവിജ്വൽ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. കാരണം കഴിഞ്ഞ ഇതിൽ തന്നെ നോക്കാം, നമുക്ക് മാർജിൻ എവിടെയാണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പക്ഷേ സിലബസ് മാർജിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും നോക്കിയാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോരോ എന്താണ് വീഡിയോസ് എടുക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് കിട്ടുന്നതനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ,
സോ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ ഉദ്ദേശിച്ചത്. ഇനിയും അടുത്ത വീഡിയോ സെഷനുമായിട്ട് പിന്നെ റിവിഷൻ സീരീസിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ നമുക്ക് ഇനിയും വരാൻ പോകുന്ന ക്ലാസ്സുകൾ കാണാം. സോ അണ്ടിൽ ദെൻ ബൈ.